നമസ്കാരം. ഏറെ തിരക്ക് പിടിച്ച ജീവിതം. അതിൽ നിന്ന് ഒരു റീചാർജ് അത്യാവശ്യമല്ലേ എല്ലാവർക്കും? ജോലിയുള്ളവരാണെങ്കിൽ 5, 6 അല്ലെങ്കിൽ 7 ദിവസമുള്ള ജോലി സ്ഥലത്തുള്ള പ്രഷർ, വീട്ടമ്മയാണെങ്കിൽ വീട്ടുകാരുടെ കാര്യം, കുട്ടികളുടെ കാര്യം, കുട്ടികളാണെങ്കിൽ പഠിപ്പിന്റെ പ്രഷർ, മുതിർന്ന കുട്ടികളാണെങ്കിൽ ജോലി കിട്ടുന്നതിനെ പറ്റിയുള്ള പ്രഷർ. അങ്ങനെ പ്രഷർ നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ, അല്ലെ? ഈ പ്രഷറിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരു റീചാർജ് അത്യാവശ്യമാണ്. നമ്മുടെ ഫോൺ രാത്രി ആവുമ്പോഴേക്കും അതിൻ്റെ എനർജി മുഴുവൻ തീരും. അപ്പോൾ നമ്മൾ അതിനെ കുറച്ചു നേരം റെസ്റ്റിൽ വെക്കണം, എന്നാലേ അത് റീചാർജ് ആവുള്ളൂ. അതുപോലെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലും നമുക്കൊരു റീചാർജ് അത്യാവശ്യമല്ലേ? ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെയെല്ലാം ഈ റീചാർജ് സാധ്യമാണ് എന്ന്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ഫിസിക്കൽ റീചാർജ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു നമ്മുടെ ശരീരത്തിനെ പറ്റി. ശരീരത്തിന് ഒരു റീചാർജ് അത്യാവശ്യമാണ്. അതായത് ശരിയായ അളവിലുള്ള ഉറക്കം, റെസ്റ്റ്, കുറച്ചു നേരം യോഗ ചെയ്യാം, കുറച്ച് റിലാക്സ് ചെയ്യാം, ഒന്നും ചെയ്യാതെ ഇരിക്കാം. അതും ഫിസിക്കൽ റീചാർജിൽ പെടും. മെന്റൽ റീചാർജും അത്യാവശ്യമല്ലേ? ഒരുപാട് സ്ട്രെസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് മാറി നമ്മുടെ മനസ്സിനും ഒരു റീചാർജ് അത്യാവശ്യമാണ്. കുറച്ചു നേരം ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് കണ്ണടച്ചിരുന്ന് നമുക്ക് മെന്റലി റീചാർജ്ഡ് ആവാം. വിഷമങ്ങൾ, ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, ഇമോഷണലി നമ്മളെ ഇവയെല്ലാം ബാധിക്കുന്നു. ഇതിൽ നിന്നും ഒരു റീചാർജ് നമുക്ക് എങ്ങനെ നേടാം? ഇമോഷണൽ റീചാർജ് നേടുന്നത് നമ്മുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ്. എങ്ങനെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാം? നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായി ഷെയർ ചെയ്യാം. എവിടെയെങ്കിലും നമുക്ക് എഴുതി വെക്കാം. ക്രിയേറ്റീവ് റീചാർജ് നമുക്ക് അത്യാവശ്യമാണ്. അതായത് ക്രിയേറ്റിവിറ്റിയെ അറിഞ്ഞുകൊണ്ടുള്ള റീചാർജ്. എവിടെയെല്ലാം ക്രിയേറ്റിവിറ്റി കാണാം? പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ സുന്ദരമായ ഭൂമി, മരം, കാട്, ഇതെല്ലാം കണ്ടുകൊണ്ടൊരു റീചാർജ് ആവാം. മാത്രമല്ല കലയോട് ഇഷ്ടമുള്ളവർക്ക്, പുതുമയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ഇഷ്ടമുള്ളവർക്ക് ക്രിയേറ്റീവ് റീചാർജ് ഇതിലൂടെ സാധ്യമാക്കാം. ക്രിയേറ്റീവ് റീചാർജ് നിങ്ങളുടെ കാര്യപ്രാപ്തിയെ കാര്യമായി സ്വാധീനിക്കുന്നു. ഇനി സെൻസറി റീചാർജ്. സെൻസറി റീചാർജ് അത്യാവശ്യമാണ്. ഈ ഭൂമിയിലെ ബഹളം, തിരക്ക്, ഇതിൽ നിന്നെല്ലാം ഒരു മോചനം. മാത്രമല്ല ഡിജിറ്റൽ റീചാർജ് വളരെ അത്യാവശ്യമല്ലേ? ഫോണൊന്ന് കുറച്ചു നേരം മാറ്റി വെച്ചുകൊണ്ട് പുറത്തുപോയി, ഗാർഡൻ ഉണ്ടെങ്കിൽ അവിടെ കുറച്ചു നേരം സമയം ചിലവഴിക്കാം. സോഷ്യൽ റെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. വേണമെങ്കിൽ തനിയെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഒരു യാത്ര പോകാം. അതുപോലെ വളരെ ബുദ്ധിപരമായി നമ്മുടെ ഫ്രണ്ട്സിനെയും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമ്മുടെ പോസിറ്റിവിറ്റി ഒരുപാട് കൂട്ടാൻ നമ്മെ സഹായിക്കുന്നവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. ഇനി സോളിറ്റ്യൂഡ് അഥവാ തനിയെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ട് കുറച്ചു നേരം തനിയെ മാറിയിരുന്നു കൊണ്ട് ഒരു റീചാർജ് ആയിക്കൂടാ? സ്പിരിച്വൽ റീചാർജ്. പലപ്പോഴെങ്കിലും നമ്മുടെ ആത്മാവുമായി ഒന്ന് സംവദിക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? ഒരു ഇന്നർ കണക്ട്. മൈൻഡ്ഫുൾനെസ്, യോഗ, ഇതെല്ലാം ഇതിന് ഉപകരിക്കും. ഇത്രയും റീചാർജുകൾക്ക് ശേഷം വളരെ ചാർജ്ഡ് അപ്പായി, വളരെയധികം കാര്യക്ഷമതയുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. നന്ദി.